രതീഷിനെ ബിഗ് ബോസ് ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ 6-ൽ ആകെ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് അത് രതീഷ് തന്നെയാണ്. ഇനി രതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഗേ ആണോ എന്ന് ചോദിച്ചത് അത്ര വലിയ തെറ്റാണെന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഒരാൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അയാൾ ഗേ ആണോ എന്ന് ചോദിക്കുന്നത് വലിയ അപരാധമായി ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ മാത്രമുള്ള ഒരു ശിക്ഷയായിട്ട് ഞാൻ കാണുന്നതുമില്ല. ഒരാളെ നമ്മൾ സെക്ഷലി ഹരാസ്മെൻറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നതോ വലിയ തെറ്റ്. അങ്ങനെ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രതീഷിനെ തീർച്ചയായും പുറത്താക്കണം. ഇത് രണ്ടും അവിടെ സംഭവിച്ചിട്ടില്ല. അവിടെ സുരേഷ് ഏട്ടൻ പറഞ്ഞ കാര്യത്തിനെ സുരേഷ് ഏട്ടനെ ഹഗ് ചെയ്തു എന്നുള്ളത് കൊണ്ട് സുരേഷ് ഏട്ടൻ അവിടെ പറയുന്നുണ്ട് രതീഷ് എന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി, സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് അത് എന്ന് പറഞ്ഞപ്പോൾ അതായത് സുരേഷ് ഏട്ടൻ അപ്പോൾ അതിനെ ഗേ ആണോ, ഗേ എന്ന വാക്ക് അവിടെ ഉച്ചരിച്ചിട്ടില്ല എന്ന് അവിടെ രതീഷ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എൻ്റെ സ്ത്രീയുടെ മനസ്സാണോ എന്നാണ് ചോദിച്ചത് എന്നാണ് അവിടെ രതീഷ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് അവിടെ ഒരിക്കലും രതീഷിനെ പുറത്താക്കേണ്ട ആവശ്യകത വരുന്നില്ല. ഒരിക്കലും ബിഗ് ബോസ് രതീഷിനെ അവിടെ നിന്ന് പുറത്താക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. രതീഷ് അവിടെ മറ്റുള്ള മത്സരാർത്ഥികളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നു എന്നൊരു കാരണം അവിടെ ഉണ്ട്. അവിടെ ബിഗ് ബോസിന് ആ കാര്യത്തിൽ ഒരു ചെറിയ അമർഷമുണ്ടോ എന്ന് അവിടെ കൺഫെഷൻ റൂമിൽ വിളിച്ച് സംസാരിച്ച സമയത്ത് നമുക്ക് തന്നെ സംശയം തോന്നിയൊരു കാര്യമാണ്. രതീഷിനെ സംസാരിക്കാൻ അവിടെ ബിഗ് ബോസ് ഒട്ടും അനുവദിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. നല്ല ദേഷ്യം ബിഗ് ബോസിന് വന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതൊരു ചെറിയ വാണിങ്ങിലോ എന്തെങ്കിലും അല്ലെങ്കിൽ പനിഷ്മെൻറ്റോ കൊടുത്ത് അവസാനിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ബിഗ് ബോസ് രതീഷിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കില്ല, 100% ഉറപ്പ്.